Welcome to MrUnbox and Travel. This is OnePlus Nord CE to 5G. This smartphone is a take it cute title. Anyway, this smartphone is video. ഏകദേശം ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് 2.5 മാസത്തോളായിട്ടുണ്ട്. ഖത്തറിൽ ഈയിടെയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. 10 ദിവസത്തോളം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത് നോക്കിയാൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു കേസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുന്നുണ്ട്. 65 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ് വരുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സിം എജക്ടർ ടൂൾ, പിന്നെയുള്ള നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus Nord CE 2. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനൊപ്പം ലഭിക്കുന്നത്. ഫോണിൻ്റെ പ്ലാസ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ബഹാമ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അതുകൂടാതെ തന്നെ ഗ്രേ മിറർ എന്ന കളറിലും ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഡിസൈനിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഗ്ലോസി മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സ്മഡ്ജസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണുന്നുണ്ട്. ഇനി കേർവ് ആയിട്ടുള്ള ബാക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി പിറകിലെ ക്യാമറയുടെ കാര്യം എടുത്താലും 3 ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല ഭംഗിയുള്ള ഒരു മൊഡ്യൂളാണ് കാണാൻ സാധിക്കുന്നത്. OnePlusൻ്റെ ഒരു എംബ്ലോ നമുക്കിവിടെ കാണാം. 173 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 7.8 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ് ബോഡി ഫ്രെയിം വരുന്നത്. റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ ഒരു പവർ ബട്ടൺ കാണാൻ സാധിക്കുക. മുകൾ വശത്ത് നമുക്കിവിടെ ഒരു എക്സ്റ്റേണൽ മൈക്ക്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിം ട്രേ എന്ന് പറയുന്നത് 3 കാർഡ് സ്ലോട്ടാണ്. നമുക്ക് 2 നാനോ സിം കാർഡും പ്ലസ് മെമ്മറി കാർഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വോളിയം റോക്കേഴ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. താഴ്വശത്തായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, എക്സ്റ്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഇവിടെ സ്പീക്കറുകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റയടിക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മീഡിയ ടെക്കിൻ്റെ Dimensity 900 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 5G പ്രൊസസ്സറാണ്. 6 nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ്. ഒക്ടാ കോറിൽ 2.4 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. GPU നോക്കുകയാണെങ്കിൽ മാലി G68 MC4 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓവറോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു 10 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. അതുപോലെ തന്നെ റാം ടൈപ്പ് വരുന്നത് LPDDR4X ആണ് വരുന്നത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 128 ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആണെങ്കിൽ ഖത്തറിൽ ഇപ്പോൾ നിലവിൽ 8GB റാമിൽ 128 എന്ന് പറയുന്ന ഒരൊറ്റ വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആവുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. കണക്ടിവിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വേരിയൻറ്റിൽ 8ഓളം 5G ബാൻഡും ഗ്ലോബൽ വേർഷനിൽ 13ഓളം 5G ബാൻഡും സപ്പോർട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ വേർഷൻ വരുന്നത് 5.2 ആണ്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്താൽ ആൻഡ്രോയിഡ് 11ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ OS വേർഷൻ വരുന്നത് 11.3 ആണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് OnePlusൻ്റെ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ബ്ലോട്ട്വെയർസോ ആഡ്വെയർസോ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ഓക്സിജൻ OSൻ്റെ സഹായമുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.43 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുൾ HD+ ആണ്. റെസൊല്യൂഷന് 409 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുകൂടാതെ തന്നെ HDR10+ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസാണ് ഈ ഒരു 6.43 എന്നത്. വലിയ ഓവർ സൈസും അല്ല എങ്കിലും വളരെ ചെറുതല്ലാത്ത ഒരു പക്കാ സൈസായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈസ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ വെളിയിൽ പോയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിളിൻ്റെ കാര്യം എടുത്താലും AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഏതൊരു ആംഗിളിൽ നിന്നും പക്കാ ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ
ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാം. ബാറ്ററിയുടെ കാര്യം എടുത്താൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുന്നത്. 65 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുന്നുണ്ട്. 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 40 മിനിറ്റിനടുത്താണ്. ഇപ്പോൾ ഈ ഒരു 10 ദിവസം യൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ബാറ്ററി ലൈഫുള്ള സ്മാർട്ട് ഫോൺ അല്ല, എങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്തും, അതല്ല നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്കിവിടെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഫേസ് ലോക്കും നമുക്കിവിടെ വർക്ക് ചെയ്യുന്നത് കാണാം. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന. സൗണ്ട് ഒന്ന് നോക്കാം. സിംഗിൾ സ്പീക്കറുള്ള മറ്റു പല സ്മാർട്ട് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള, ലൗഡി ആയിട്ടുള്ള, അതുപോലെ തന്നെ ബേസോട് കൂടിയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്കിതിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ കോൾ ഓഫ് ഡ്യൂട്ടി ഏകദേശം 40 മിനിറ്റോളം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഗ്രാഫിക് ക്വാളിറ്റിയും ഫ്രെയിം റേറ്റും നമുക്ക് വെരി ഹൈയിലാണ് നമുക്ക് കളിക്കാൻ സാധിക്കുക. ഫ്രെയിം റേറ്റ് മാക്സിമത്തിൽ വെക്കുന്ന സമയത്ത് ഗ്രാഫിക് ക്വാളിറ്റി ലോ ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം കളിച്ചപ്പോൾ തന്നെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നോർമൽ ഗെയിം കളിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ചെറിയൊരു ഹീറ്റിംഗ് മാത്രമേ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ വളരെ പെട്ടെന്ന് കൂളാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോ ലെവൽ ഗെയിമർ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. ഇനി ക്യാമറയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64 മെഗാപിക്സലിലെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, അതിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 8 മെഗാപിക്സലിലെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, അതിലും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസ്. ഈ ഒരു 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ചത് എന്നുള്ളൊരു ഒപ്പീനിയൻ ഇല്ല, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടും എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കളറിൻ്റെ കാര്യം എടുത്താൽ മിക്ക സമയത്ത് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും ഡേ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോസിനൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ ആ ഒരു മോഡിൽ എടുത്താൽ പോലും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. മാക്രോയുടെ കാര്യം എടുത്താൽ ഒരു ഒക്കെ ലെവൽ പെർഫോമൻസ് ആണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു നൈറ്റ് ഫോട്ടോഗ്രാഫി ഇതിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നമുക്കൊരു എബോവ് ഡീസൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഇനി സെൽഫിയുടെ കാര്യം എടുത്താൽ 16 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു സെയിം ഒപ്പീനിയൻ തന്നെയാണ് സെൽഫി ക്യാമറയുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളത്. ചെറിയ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ടാണ്, എങ്കിലും നമുക്കൊരു ഡീസൻ്റ് എന്നുള്ള ലെവലിൽ പറയാം. തീരെ മോശമായിട്ടുള്ളതല്ല, എങ്കിലും വളരെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണുമല്ല. അതേപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറയും സെൽഫി ക്യാമറയിലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോണാണ് ഈ ഒരു OnePlus Nord CE 2 5G. OnePlus Nord 2 CE 5Gയിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജാണ്. ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. പക്ഷേ 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടല്ല. ഇനി കളേഴ്സിൻ്റെ ഒരു കാര്യം എടുത്താൽ ഒരു ഇത്തിരി ബൂസ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താലും നമുക്കിതിൽ ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറയിലും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു സെൽഫി വീഡിയോ ക്വാളിറ്റി തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് നിലവിൽ 8GB + 128 എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1199 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 24,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേസമയം തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 6GB + 128-ന് 23,999 രൂപയും
8GB+128-ന് 24,999 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസ് വൈസ് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് കാണുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫും ഒരു ഡീസൻറ്റ് ബാറ്ററി ലൈഫാണ്. 65 വാട്ടിൻ്റെ ചാർജർ കൊടുത്തു എന്നതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്. അതുപോലെ തന്നെ 1 TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നതും ഒരു പോസിറ്റീവാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നത് നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് ഫീൽ ചെയ്തത്. നമുക്ക് മോണോ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള സ്പീക്കറാണ് ഇപ്പം നമുക്ക് കേൾക്കുന്നത്. അത് സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി നമുക്ക് ലഭിക്കുമായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് പ്രവാസികളോടാണ്. കാരണം നമുക്ക് വളരെ കുറച്ച് മോഡൽസ് മാത്രമേ GCCയിൽ ലഭ്യമായിട്ടുള്ളൂ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 1200 ഖത്തർ റിയാലിന് ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ബജറ്റ് ഈ ഒരു 1200 റിയാൽ ആ ഒരു റേഞ്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് OnePlus Nord CE 5G. ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് സംബന്ധമായിട്ടുള്ള മൊബൈൽ അൺബോക്സിംഗ്, ഗാഡ്ജറ്റ് അൺബോക്സിംഗ്, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആൻഡ് ടിപ്സ് ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.